ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ് കേട്ടോ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന സെൻറ്റൻസുകളാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നമ്മുടെ സിമ്പിൾ കോൺവെർസേഷനിൽ നമുക്ക് ഉപയോഗിക്കുന്നതായിട്ടുള്ള കുറച്ച് സെൻറ്റൻസുകളാട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ്, അന്ന് നിങ്ങൾ എന്താണ് വരാഞ്ഞത്, അന്ന് നിങ്ങൾ എന്താ വരാതിരുന്നത് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. അന്ന് നിങ്ങൾ എന്താ വരാതിരുന്നത് അല്ലെങ്കിൽ അന്ന് നിങ്ങൾ എന്താ വരാഞ്ഞത് എന്ന് ചോദിക്കുക. ഒരു കാരണമാണ് ചോദിക്കുന്നത്. സോ നമ്മൾ എങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം? ഓരോ കാരണങ്ങൾ ചോദിച്ചറിയാനായിട്ട് നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കണം? വൈ എന്ന് ചോദിക്കണം അല്ലേ. അപ്പൊ അന്ന് നിങ്ങൾ എന്താണ് വരാഞ്ഞത്, എന്താണ് വരാഞ്ഞത്, ആ ഒരു സമയം കഴിഞ്ഞു പോയി, എന്താണെന്ന് വരാഞ്ഞത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. കഴിഞ്ഞു പോയ കാര്യമാണ് ചോദിക്കുന്നത്. സോ നമ്മൾ വൈ ഡിഡ് ഉപയോഗിക്കണം അല്ലേ. വരാഞ്ഞത് എന്നാണ്, അതുകൊണ്ട് വൈ ഡിഡിൻറ്റ് എന്ന് വേണം. ഓക്കെ, വൈ ഡിഡിൻറ്റ്. ഓക്കെ, എന്തുകൊണ്ട് ചെയ്തില്ല എന്നായി. വൈ ഡിഡിൻറ്റ്, എന്തുകൊണ്ട് വന്നില്ല എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഡിഡിൻറ്റ് ഉപയോഗിക്കാം. സോ വൈ ഡിഡിൻറ്റ്, ഇനി നിങ്ങൾ എന്നല്ലേ. വൈ ഡിഡിൻറ്റ് യു കം, എന്തുകൊണ്ടാണ് നിങ്ങൾ വരാഞ്ഞത് എന്നായില്ലേ. വൈ ഡിഡിൻറ്റ് യു കം. ഇനി അന്ന് എന്നല്ലേ. അന്ന്, ആ ദിവസം എങ്ങനെ പറയാം? വൈ ഡിഡിൻറ്റ് യു കം ദാറ്റ് ഡേ. അന്ന് വരാഞ്ഞത് എന്ന് പറയാൻ എന്താണ്? അന്ന് എന്ന് പറയാൻ എന്താണ്? ആ ദിവസം. ഓക്കെ, ആ ദിവസം എന്തുകൊണ്ടാണ് നിങ്ങൾ വരാഞ്ഞിരുന്നത്? വൈ ഡിഡിൻറ്റ് യു കം ദാറ്റ് ഡേ. ഓക്കെ അല്ലേ. വൈ ഡിഡിൻറ്റ് യു കം ദാറ്റ് ഡേ. അപ്പൊ അന്ന് നിങ്ങൾ എന്താ വരാഞ്ഞത്, അന്ന് നിങ്ങൾ എന്താ പാടാഞ്ഞത് എന്ന് എങ്ങനെ ചോദിക്കാം? വൈ ഡിഡിൻറ്റ് യു സിങ്. പാടുക എന്നുള്ളത് സിങ്. വൈ ഡിഡിൻറ്റ് യു സിങ് ദാറ്റ് ഡേ. അന്ന് നിങ്ങൾ എന്താ പാടാതിരുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഫോർമാറ്റിൽ ചോദിക്കാവുന്നതാണ് അല്ലേ. ഓക്കെ, വെർബിനെ നമ്മൾ ഫസ്റ്റ് ഫോമിലാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ നമ്മൾ ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആണ്. സോ നമുക്ക് വെർബിനെ പാസ്റ്റ് ഫോമിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. സോ വൈ ഡിഡിൻറ്റ് യു കം ദാറ്റ് ഡേ. ഇങ്ങനെ നമുക്ക് കുറേ സെൻറ്റൻസുകൾ പറയാം അല്ലേ. അന്ന് നിങ്ങൾ എന്താ വരാതിരുന്നത്, അന്ന് നിങ്ങൾ എന്താ പാടാതിരുന്നത്, അന്ന് നിങ്ങൾ എന്താ കഴിക്കാതിരുന്നത്, അന്ന് നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കാതിരുന്നത്. ഇങ്ങനെയുള്ള ഒക്കെ കാര്യങ്ങൾ നമുക്ക് ഇതേ ഫോർമാറ്റിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത സെൻറ്റൻസ് നോക്കാം. വളരെ നാളായി നിങ്ങളെ കാണാനില്ലായിരുന്നു. വളരെ നാളായി നിങ്ങളെ കാണാനില്ലായിരുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, പറഞ്ഞു. ഇതെന്താണ്? ഒരു നെഗറ്റീവ് ടെക്സ്റ്റ് സെന്റൻസ് ആണ് അല്ലേ. കാണാൻ ഇല്ലായിരുന്നു, കാണാനില്ലായിരുന്നു, കണ്ടിട്ടില്ലായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. സോ നമുക്ക് എങ്ങനെ പറയാം? ഓക്കെ, ഡിഡിൻറ്റ് സീ. ഡിഡിൻറ്റ്, ഇവിടെ ഡിഡിൻറ്റ് ആണ് കേട്ടോ. ഡിഡിൻറ്റ് സീ യു, നിങ്ങളെ കാണാനില്ലായിരുന്നു എന്നായി. ഡിഡിൻറ്റ് സീ യു, കുറേ നാളായിട്ട്. ഫോർ എ ലോങ് ടൈം. Didn't see you for a long time. ഇനി ലോങ് ടൈമിലേലും കുഴപ്പമില്ല. Didn't see you for a long, കുറേ നാളായിട്ട് നിങ്ങളെ കാണാനില്ലായിരുന്നു. Didn't see you for a long time. For a long time എന്ന് വെച്ചാൽ കുറേ നാളായിട്ട്. For a long days, കുറേ ദിവസങ്ങളായിട്ട്. മനസ്സിലായല്ലോ? ഇത്രയും മനസ്സിലായല്ലോ. അടുത്ത സെന്റൻസ്, അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ചു. അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ചു. ഇതെങ്ങനെ പറയാം? ഓക്കെ, പറഞ്ഞു നോക്കാം. അദ്ദേഹം, he has asked എന്ന് പറയാം കേട്ടോ. he has asked for you, നിങ്ങളെ. ഓക്കെ, he has asked for you, അദ്ദേഹം നിങ്ങളെ അന്വേഷിച്ചു. asked എന്ന് വെച്ചാൽ ചോദിക്കുക എന്നാലേ. അദ്ദേഹം എന്നോട് നിങ്ങളെ ചോദിച്ചിരുന്നു. ഒരാളെ പറ്റിയിട്ട് നമ്മോട് ചോദിക്കുന്നത് തന്നെയാണല്ലോ അദ്ദേഹത്തെ പറ്റിയിട്ട് എന്താണ് അന്വേഷിക്കുക എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ he has asked for you എന്ന് പറയാം അല്ലേ. ഓക്കെ, ക്ലിയർ ആയല്ലോ. നമുക്ക് അടുത്ത സെന്റൻസുകൾ നോക്കാം. ഞാൻ കുറേ നേരം നിങ്ങളെ കാത്തിരുന്നു. ഞാൻ ഒരുപാട് സമയം നിങ്ങളെ കാത്തിരുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? ഓക്കെ, ഞാൻ കാത്തിരുന്നു എന്ന് പറയാനായിട്ട് ഐ വെയിറ്റഡ് എന്ന് പറയാം അല്ലേ. ഐ വെയിറ്റഡ്. ഇനി കുറേ നേരം എന്നുള്ളത് നമുക്ക് ലോങ് എന്ന് യൂസ് ചെയ്യാം. ഐ വെയിറ്റഡ് ലോങ് ഫോർ യു. അപ്പം ഐ വെയിറ്റഡ് ലോങ് ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ നേരം കാത്തിരുന്നു. ഐ വെയിറ്റഡ്, ഞാൻ കാത്തു നിന്നു. ലോങ്, കുറേ നേരം. ഫോർ യു, നിങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ.
ഓക്കെ, എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഇതെങ്ങനെ പറയാം? എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് അല്ലേ. സോ നമുക്ക് എങ്ങനെ പറയാം? ഐ വിഷ് എന്ന് പറയാം. ഐ വിഷ് ടു ടോക്ക് ടു യു. ടോക്ക് സംസാരിക്കുക. ഐ വിഷ് ടു ടോക്ക് ടു യു എന്ന് പറയാം. ഓക്കെ, അല്ലെങ്കിൽ ഈ വിഷിന് പകരം നമുക്ക് ഐ വോണ്ട് എന്നും പറയാം കേട്ടോ. വോണ്ട്, വിഷ്, വോണ്ട്. ഓക്കെ, ഐ വോണ്ട് ടു ടോക്ക് ടു യു. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. ഐ വിഷ് ടു ടോക്ക് ടു യു, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ടോക്ക് ടു യു, ഐ ലൈക്ക് ടു ടോക്ക് ടു യു എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. നെക്സ്റ്റ്, നിങ്ങൾ അരമണിക്കൂർ താമസിച്ചിരിക്കുന്നു. നിങ്ങൾ അരമണിക്കൂർ താമസിച്ചിരിക്കുന്നു. ഇതെങ്ങനെ നമുക്ക് പറയാം? ആ ഓക്കെ, നിങ്ങൾ എന്നുള്ളതിന് യു യു ആർ ലേറ്റ്. യു ആർ ലേറ്റ് ഹാഫ് ആൻ അവർ. യു ആർ ലേറ്റ് ഹാഫ് ആൻ അവർ എന്ന് പറയാം അല്ലേ. നിങ്ങൾ അരമണിക്കൂർ താമസിച്ചിരിക്കുന്നു. യു ആർ ലേറ്റ് ഹാഫ് ആൻ അവർ. ഓക്കെ, ഇനി യു ലേറ്റ് ഹാഫ് ആൻ അവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി ഇങ്ങനെയൊന്നും അല്ലാതെ നമുക്ക് ഇങ്ങനെ പറയാം, ഹാഫ് ആൻ അവർ യു ലേറ്റ് എന്ന് പറയാം കേട്ടോ. ഹാഫ് ആൻ അവർ യു ലേറ്റ്, അല്ലെങ്കിൽ യു ആർ ലേറ്റ് ഹാഫ് ആൻ അവർ, അല്ലെങ്കിൽ യു ലേറ്റ് ഹാഫ് ആൻ അവർ എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ അടുത്ത സെന്റൻസ് നോക്കിയാലോ. ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്. ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്. ഞങ്ങൾ വന്ന് എന്നിങ്ങനെ പറയാം. വി ഹാവ് കം. വളരെ നേരത്തെയാണ് വന്നത്. ടു ഏർലി. വി ഹാവ് കം ടു ഏർലി. വി ഹാവ് കം ടു ഏർലി. ഞങ്ങൾ വളരെ നേരത്തെയാണ് വന്നത്. നെക്സ്റ്റ്, എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തു. എന്നെ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കൂ. എങ്ങനെ പറയാം? ഇൻട്രൊഡ്യൂസ് എന്ന് പറയാം അല്ലെ. പരിചയപ്പെടുത്തുക എന്നുള്ളതിന് നമുക്ക് ഇൻട്രൊഡ്യൂസ് എന്ന് പറയാം. ഇൻട്രൊഡ്യൂസ് മീ. എന്നെ അല്ലേ, ഇൻട്രൊഡ്യൂസ് മീ. ആർക്ക്? ടു ഹിം. അദ്ദേഹത്തിനല്ലേ. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. ഇൻട്രൊഡ്യൂസ് മീ ടു ഹിം. എന്നെ അദ്ദേഹത്തിന് അല്ലെങ്കിൽ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കൂ എന്നായില്ലേ. ഓക്കെ, നമുക്ക് അടുത്ത സെന്റൻസ്. അദ്ദേഹത്തെ എന്റെ അന്വേഷണം അറിയിക്കൂ. ഇതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം? കൺവേ മൈ റിഗാർഡ്സ് ടു ഹിം. കൺവേ മൈ റിഗാർഡ്സ് ടു ഹിം. എൻ്റെ അന്വേഷണം അദ്ദേഹത്തോട് അറിയിക്കൂ എന്നാട്ടോ. ഇനി ഇടക്ക് കയറി സംസാരിക്കരുത്. ഇതെങ്ങനെ നമുക്ക് പറയാം? ഡോണ്ട് ഇന്ററപ്റ്റ് എന്ന് പറയാം. ഡോണ്ട് ഇന്ററപ്റ്റ്. ഡോണ്ട് ഇന്ററപ്റ്റ് എന്ന് വെച്ചാൽ ഇടക്ക് കയറി സംസാരിക്കരുത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പൊ എല്ലാവർക്കും ക്ലാസ് യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. താങ്ക് യു.